പാണ്ഡൻ താരുവിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോസ്തലൻ ടിനു വെറും നത്തോലി. ഉടായ്പിന്റെ കാര്യത്തിൽ നമ്മുടെ അപ്പോസ്തലൻ ടിനു ഇവന്റെ മുന്നിൽ ഒന്നുമല്ല. ടിനു സ്വന്തം കഷണ്ടി വിഗ് വെച്ച് മറിച്ച് അത്ഭുത രോഗശാന്തി സൗഖ്യം കൊടുക്കുമ്പോൾ താരു തൻ്റെ സോറിയാസിസും പുഴുക്കടിയും താടി വളർത്തി നീളമുള്ള പൈജാമയും ഇട്ട് മറിച്ച് രോഗസൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ടിനു കർത്താവിന്റെ ശബ്ദം മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് മുണ്ണങ്ങളെ കേൾപ്പിച്ചപ്പോൾ ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. പാണ്ഡൻ താരു ചെയ്യുന്ന ആ പണി കാണുക. ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ. ഇവന് നിന്ന നിപ്പിൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാനുള്ള കഴിവുണ്ട്. സ്വന്തം ചൊറി മാറ്റാനുള്ള കഴിവില്ലെന്നേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പാണ്ഡൻ താരു ഓരോ വാക്കു പറയുമ്പോഴും പുറകിലിരുന്ന് ഏതോ ഒരു കാബർക്കി എന്തൊക്കെയോ പുലമ്പുന്നത് നമുക്ക് കേൾക്കാം. ഇവനെയൊക്കെ കണ്ടാൽ അണ്ണാക്കിൽ മണ്ണ് വാരിയിടുക. പിന്നെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നിങ്ങൾ ശ്രദ്ധിക്കുക. പറയുന്നതിന് ഒരു ഗുമ്മ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നോർക്കണം. പാണ്ഡൻ്റെ ആ തള്ള് ഒന്ന് കേട്ടാലും. ഇതൊക്കെ കേട്ടിട്ടും സൂത്രം പറഞ്ഞിരിക്കുവാൻ ആളുകൾ ഉണ്ടല്ലോ. ഈ കോക്കാമ്പീച്ചിയെല്ലാം കണ്ടിട്ടും ഇവനെ കാലിൽ വാരി തറയിലടിക്കുവാൻ ഇവിടെ ആളില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത്. എനിക്ക് 2 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊരു നൈജീരിയൻ ചർച്ചിലായിരുന്നു. അവിടുത്തെ പാസ്റ്റർ ഡോക്ടർ ഐസക്, അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് ഉള്ള ബൈബിളിൽ ഡോക്ടറേറ്റ് ഉള്ള മനുഷ്യനാണ്. മലയാളികൾ ആരും ഇല്ലായിരുന്നു. മലയാളികളല്ല എന്നെ വിളിച്ചത്. ഞാൻ ആ മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ ഡോക്ടർ ഐസക്കിന് ഒരു അനുഭവം ഉണ്ട്. ഐസക് എന്നോട് പറഞ്ഞു, ഐസക്കിനെ കണ്ട സമയത്ത് ഐസക് എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സ്വർഗം യാഥാർത്ഥ്യമാകണം. പറയുന്നത് കേൾക്കാൻ കഴിയുന്നോ? ആ സമയത്ത് പരിശുദ്ധിയാന്മാരോട് പറഞ്ഞു, അവന്റെ കൈ പിടിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അവൻ സ്വർഗീയ അനുഭവങ്ങൾ ഇപ്പൊ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു അവന്റെ ഡോക്ടറേറ്റ് സ്വർഗത്തിൽ വിടുന്നില്ലെന്ന്. അവന്റെ ഡോക്ടറേറ്റ് അവന് പാസ്റ്ററാണ് ആള്. ഞാൻ പച്ചയ്ക്ക് പുള്ളിയോട് പറഞ്ഞു, താങ്കളുടെ ഡോക്ടറേറ്റ് എന്നെ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് ശരിക്കും മനസ്സിലായി അദ്ദേഹം ഒരു ആത്മീയനായിരുന്നു. അദ്ദേഹം എൻ്റെ കൈ വിട്ടതിന് ശേഷം പനിയെ പോയിരുന്ന് ആ നിമിഷം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എൻ്റെ പിഴവ് എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ സ്വർഗത്തെ കാണണം. നിങ്ങൾക്കുണ്ടായ കാര്യം കേൾക്കണം. ആ സെക്കൻഡിൽ സ്വർഗം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എടുക്കും. സ്വർഗത്തിന്റെ ഒരു ഭാഗം മുഴുവൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് ഡോക്ടർ ഐസക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയിട്ട് താൻ തനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ മഹാ കൊട്ടാരത്തെ കാണിച്ചു കൊടുത്തു. ഐസക് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഞാൻ ഏകദേശം 30 വർഷത്തോളമായി സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് ഈ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ചർച്ചിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾക്ക് സന്തോഷവർദ്ധനം പറയട്ടെ, ആ ചർച്ചിലെ അന്ന് വന്ന എല്ലാ യൗവനക്കാരെയും സ്വർഗത്തിലേക്ക് എടുത്തു. മീറ്റിംഗിന്റെ ഇടയിൽ പലരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നിങ്ങളൊന്ന് ആമേൻ പറയാതെ. ചിലർ സ്വർഗത്തെ കണ്ടു തിരിച്ചു വന്നു, ചിലർ യേശുവുമായി സംസാരിച്ച് തിരിച്ചു വന്നു. ഇനി സ്വർഗത്തിൽ വരെ നേരിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഇവൻ നിന്ന് പൈസ യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് തെട്ടുന്നത് കാണുക. അന്തസ്സായി. കേരളത്തിലെ സമ്പന്നർ അതിനേക്കാൾ മേളിൽ ഒരു വീട്ടിലൊക്കെ ഞാൻ താമസിക്കുന്നത്. ഈ ധനവാനാകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ദാരിദ്ര്യം ശാപമാണ്. സ്വർണം ഇടുന്നെങ്കിൽ സ്വർണം ഇടാം, പൈസ ഇടണമെങ്കിൽ പൈസ ഇടാം, നിങ്ങൾക്ക് ചെക്ക് കൊടുക്കണമെങ്കിൽ ചെക്ക് ഇടാം, അല്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, ഫോൺ പേ ചെയ്യണ്ടേ ചെയ്യാം. ഈ പൈശാചിക മകന്റെ മകനെ കണ്ടാൽ ഇപ്പോൾ ആളുകൾ
ജീവനും കൊണ്ട് ഓടുന്ന നിലയായി. ഇവന്മാരുടെ ഉടായ്പകൾ മനസ്സിലാക്കി ഇവന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിലേക്കുള്ള മുണ്ണകളുടെ ഒഴുക്കിപ്പോൾ കുറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവന്മാർ പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടി ഗ്രാമങ്ങളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും തീരദേശങ്ങളിലേക്കും ഇറങ്ങിയിരിക്കുകയാണ്. കടലോര മേഖലയായ പൂവാറിൽ നിന്നും ഇവന്റെ പോസ്റ്റർ കണ്ട ഒരു സഹോദരൻ ITV ന്യൂസിൽ വിളിച്ച് പറഞ്ഞത് കേൾക്കുക. ഏറെ സന്തോഷം നൽകുന്ന കാര്യം ഞങ്ങളുടെ എപ്പിസോഡുകൾ കണ്ട് നാട്ടുകാർ ഈ ഉടായ്പകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ്. ഇനി അവർ തന്നെ ഇവന്മാരെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ പൂവാറെന്ന് വിളിക്കുകയാണ്. ഞാൻ I2-ലെ ഒരുപാട് പ്രോഗ്രാം കാണുന്ന വ്യക്തിയാണ്. ഞാൻ ലൂയിസ് കുലാസ് എന്നാണ് എന്റെ പേര്. ഈ തങ്കു, താരു ഇങ്ങനെയുള്ള ബാച്ചുകളൊന്നും ഇവിടെ വന്ന് പ്രോഗ്രാം ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പോ 17-ാം തീയതി, അതായത് ഈ ഡിസംബർ 17-ാം തീയതി ചൊവ്വാഴ്ച ജോൺ താരു എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ പുള്ളിയുടെ ഭരതനാട്യം നടത്താൻ വേണ്ടി ഇവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എവിടെയാ? നമ്മുടെ വിഴിഞ്ഞം റോഡ് പൂവാറാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വിഴിഞ്ഞം പോർട്ട് കഴിഞ്ഞ് വരുന്ന റോഡാണ് വിഴിഞ്ഞം പൂവാറ്. ശ്രുതി ഓഡിറ്റോറിയത്തിൽ ഒരു സിനിമാ തിയേറ്ററും മൃദംഗ എന്ന് പറയുന്ന സിനിമാ തിയേറ്ററും ശ്രുതി ഓഡിറ്റോറിയവും ഒരൊറ്റ കാമ്പൗണ്ടിൽ വരുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ അടുത്തൊരു ലയോള കോളേജ് ഉണ്ട്. ലയോള കോളേജ്, അത് ഇടവകയുടെ ഒരു കോളേജാണ്. അതിന്റെ ജംഗ്ഷനിലാണ്. അപ്പൊ അവിടെ ഇത് നടത്താൻ വേണ്ടി ഇങ്ങനെ അവിടുത്തെ ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഈ ജോൺ താരു എന്ന് പറയുന്നവൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ് ഇങ്ങനെ. അപ്പൊ എന്നെ കൊണ്ട് I2-ൽ അറിയിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങള് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ബാധകമാത്ത രീതി ഞങ്ങളങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങളെ ഇവര് ഈ പറ്റിക്കാൻ വേണ്ടി ഇവന്മാരിപ്പോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സാധാരണ അവിടെ ധ്യാനങ്ങളും ഈ ഫാദർ ഡൊമിനിക്, ഡാനിയല്, പിന്നെ ഇവരൊക്കെ നടത്തുന്നത് ഓപ്പൺ ആയിട്ടാണ്. ഇപ്പൊ ഇവര് രഹസ്യമായിട്ട് ഓരോ ഗുഹകളിൽ ചെന്നൊക്കെയാണ് ഇത് നടത്താൻ ഇയാൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജോൺ താരു എന്റെ ഫ്രണ്ടില് അതിന്റെ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. എന്നാ ഇതിന്റെ പരിപാടി നടക്കുന്നത്? സർ, ഈ മാസം 17-ാം തീയതി ചൊവ്വാഴ്ച 11 മണി രാവിലെ. ഇതൊരു ഗ്ലോറി ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ് കുറെ പബ്ലിസിറ്റി ചെയ്തൊക്കെ കുറച്ച് എന്തൊക്കെ. പക്ഷെ ഇവിടെ സാറ് നമ്മൾ കത്തോലിക്കരാണ്, ലാറ്റിൻ ക്രിസ്ത്യനാണ്. തീരദേശത്തില് ഇങ്ങനെ ഇവര് സാധാരണ വന്നിട്ടില്ല ഈ ഭാഗത്ത്. പക്ഷെ ഇവന്മാരിപ്പോൾ ഇങ്ങോട്ട് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഈ കര സൈഡിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇപ്പം തീരദേശം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെന്ന് പറഞ്ഞാൽ കരയിലെ ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചീറ്റിക്കപ്പെടുന്നവരാണ്. വിദ്യാഭ്യാസം കുറവാണ്, അവർക്ക് കുറച്ച് ലോകപരിചയങ്ങൾ കുറവാണ്. അപ്പൊ ഇമാരെ പോലുള്ളവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കംപ്ലീറ്റ് അവരെ ഉടുതുണി വരെ എടുക്കേണ്ട ഗതികേട് ഇമാരുണ്ടാക്കും. അതെ അതെ, ഇവന്മാർ ഉടായ്പ, രോഗശാന്തി ശുശ്രൂഷ, അത്ഭുത ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇവന്മാർ കൺകെട്ട് പരിപാടികൾ നടത്തി പറ്റിക്കാൻ വരുന്നതാണ്. അതെ സാറേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, ഞങ്ങൾ ചെറുപ്പക്കാരുണ്ടല്ലോ, ഞങ്ങൾ കുറച്ചൊക്കെ തീരുമാനിച്ചാൽ ഞങ്ങൾ രംഗത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കും. ഈ ചൊറി മാറാത്ത ഇവൻ എങ്ങനെയാണ് അത്ഭുതരോഗ ശുശ്രൂഷ കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ചോദിക്കുക. ഇതിപ്പോ ഞങ്ങള് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവന്മാർ വീണ്ടും ഇവിടെ വരാൻ തുടങ്ങി. ഇതിപ്പോ സാധാരണ വരാത്തതാണ്. അങ്ങനെ ഇവന്മാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പൺ സ്റ്റേജ് അവിടെ ഉണ്ട് പൂവാറില്, വിദ്യാദേശത്തില്. അവിടെ ചേർത്തിട്ട് സാറേ അവിടെ വെച്ച് ഇവന്മാർ നടത്തട്ടെ. എന്തുകൊണ്ട് ഇങ്ങനെ ഒളിച്ച് സങ്കേതങ്ങളിൽ സിനിമാ തിയേറ്ററിന്റെ അകത്തും, സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് എന്തൊക്കെ അവിടെ നടക്കുന്നുള്ള കാര്യങ്ങൾ. ശ്രുതി ഓഡിറ്റോറിയം എന്ന് പറയുന്നത് കല്യാണ മണ്ഡപമാണ്. ഈ കല്യാണ മണ്ഡപത്തിന്റെ അകത്താണ് ഇവർ നടത്താനുള്ള പറയാം. ഇതിന്റെ വാടക എന്ന് പറഞ്ഞാൽ 1 എമൗണ്ട് ആണ് ഇവിടെ നടത്തുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ താണ്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന് സ്ഥലമാണ് പൂവാറ്. എന്റെ അമ്മയുടെ സ്ഥലമാണ്. അച്ഛന്റെ സ്ഥലം പുല്ലുവിള. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. പോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ നമ്മൾ കിഴക്കോട്ട് വന്നു കഴിഞ്ഞാലാണ് എൻഡാണ് തമിഴ്നാട് ബോർഡർ ആയത് പൂവാർ എന്ന് പറയുന്നത്. ഒരു റിക്വസ്റ്റ് ഞാൻ പറയുകയാണ്, ഈ യുമാരെ അംഗീകരിക്കാൻ പറ്റില്ല സാറേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യുമാർ നടത്താൻ അനുവദിക്കരുത്. സാറിന് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്കൊരു റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷനോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റൂൾ ആൻഡ് റെഗുലേഷൻ ഒന്നും ഞങ്ങൾക്കില്ല ഇവിടെ. നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മൾ. ഇത് ഈ മീഡിയക്കാര്, ചാനലുകാര്, റെക്കഗ്നൈസ് ആയിട്ടുള്ളവർ ഇത് ശക്തമായ തീരുമാനം എടുക്കണം. ഇതിന് ശരിക്കും തീരുമാനം എടുക്കണം. സുനിൽ സാറിന്റെ അടുത്ത് ഞാൻ പറയുകയാണ്, ഞങ്ങൾ ആൾക്കാരുടെ സപ്പോർട്ട്, ചെറുപ്പക്കാരുടെ എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്നുണ്ടാവും പൂവാറുന്നു. ഈ പാവപ്പെട്ട ജനങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൃഷി ഞങ്ങളുടെ പള്ളികളിലെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് എണ്ണത്തെ ഇപ്പൊ ആൾറെഡി സാറേ ഇവിടെ നിന്ന് കുറെ എണ്ണം പെന്തിക്കോസിലോട്ട് ഈ ഉപ്പുമാവിനും പൈസയ്ക്കും മഞ്ഞപ്പൊടിക്കും വേണ്ടിയൊക്കെ മാറിക്കഴിഞ്ഞു. അങ്ങനെ കുറെ എണ്ണം ബാച്ചുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ അവരിപ്പോഴും നമ്മുടെ ലാറ്റിനിലോട്ട് തിരിച്ചു വരികയാണ്. ഡിയർ സുനിൽ സർ, ഈ ക്രിസ്മസിന് ആഘോഷിക്കാൻ വേണ്ടി പാവങ്ങൾ കടലിൽ ചെന്ന് അവിടെ ചെന്ന് ഇവിടെ ചെന്നൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുവച്ചിരിക്കുന്ന പൈസകളൊക്കെ അവർക്കുണ്ട്. പിന്നെ വല്ല ഗൾഫിൽ വല്ല ഇരിക്കുന്നതിൻ്റെ വല്ല കെട്ടുതാലിയോ വല്ലതൊക്കെ അയച്ചു കൊടുക്കുക, അതുമെല്ലാം കയ്യിലുണ്ടാവും. ഇതെല്ലാം ഇവയും വന്നിട്ട് ഇനി കൊണ്ടിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവരുടെ എല്ലാം സന്ദർഭം നോക്കി ഇവനൊക്കെ വന്നിരിക്കുകയാണ് ഇവിടെ. ക്രിസ്മസ് അനുബന്ധിച്ച് വരുമ്പോൾ ഒത്തിരി കാശുകൾ കയ്യിലുണ്ടാവും. അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പിച്ചപാത്രവും കൊണ്ട് വന്നിരിക്കുകയാണ്.
അപ്പം അത് സാറ് എനിക്കൊന്ന് വിട്ടുപോയി സാർ പറയാൻ. കാരണം അത് സാറ് തന്നെ എന്താണെന്നുള്ളൊരു നല്ലൊരു മെസ്സേജ് ഇത് കൊടുത്ത് ജനങ്ങളെ ഒന്ന് ബോധവാരാക്കണം. ഇപ്പം നമുക്കൊരു വലിയ ഇഷ്യൂയിലോട്ട് പോയി ഇറങ്ങാനൊന്നും ഭയങ്കര ഇതാണ്. കാരണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ഇവിടുത്തെ മണ്ണുണ്ണി ആൾക്കാരും അങ്ങനെയാണ്. അവനൊക്കെ ഇവിടെ വന്ന് കുറേ താടിയും വളർത്തി കുറച്ച് കോട്ടും ഇട്ട് പിന്നെ ഭയങ്കരമായ വാച്ചും കയ്യിലിട്ട് ഇതൊക്കെ വന്നിട്ട് ഇവന്മാർ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇവരെല്ലാം അവരെ കസ്റ്റഡിയിൽ അങ്ങ് വീഴുകയാണ്. കുറച്ച് തൊലി വെളുപ്പം കാണിച്ച് ഇവന്മാർ ഇവിടെ വന്ന് കുറേ അഭ്യാസങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് സാറ് തന്നെ ശക്തമായ ഒരിത് കൊടുക്കണം. കാരണം ഇതിൽ നമുക്ക് പിള്ളേരെയൊക്കെ വലിച്ചഴക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ഇടവക തലത്തിലൊക്കെ വലിയ ഇഷ്യൂ ആവും. അങ്ങനെയൊക്കെ ഉണ്ട് സാർ ഇവിടെ. ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും ഇത്തരം ആത്മീയ കുർവ സംഘങ്ങൾ വചനക്കൊള്ളക്കാരന്മാർ ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഞങ്ങളെ അറിയിക്കുക. ഈ വചനക്കൊള്ളക്കാരന്മാർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക, പരമാവധി ഇവന്മാരുടെ ഉടായ്പകൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കുവാൻ സഹായിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.